Good morning. I am Dr. Sinu from Ayodhya Ayurvedic Center, Madilagam, Pallivalavu. നാം വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡയറ്റ് പ്ലാൻസ് ആണ് നാം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ നമുക്ക് ശീലമില്ലാത്ത ഒരു ഡയറ്റ് പ്ലാനിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഈ വെയിറ്റ് റിഡക്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കടുത്ത മാനസിക സംഘർഷം നമുക്കുണ്ടാവുന്നതാണ്. തന്നെയല്ല, നമ്മൾ ഇത്രയും നാളും ശീലിച്ചിട്ടില്ലാത്ത ഒരു ഡയറ്റ് പ്ലാനിൽ കൂടെ പോകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ചില അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ നിരാശ കൂടുമ്പോഴുണ്ടാവുന്ന ചില ഹോർമോൺസ് നമ്മുടെ ശരീരത്തിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് പ്ലാൻ ചേഞ്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഏത് രീതിയിലുള്ള ഭക്ഷണമാണോ ആ ഏരിയയിലുള്ള ഭക്ഷണമാണല്ലോ നമ്മൾ ഹാബിച്വേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ അതിനെ ഓക്കുപ്പൈ ചെയ്യുന്ന അല്ല അതിനെ അഡോപ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അൺഹെൽത്തി ഫുഡ് നമ്മൾ അതായത് കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം കട്ട് ചെയ്യുക. ഹെൽത്തി ഫുഡ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് സാലഡ്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം കൂടുതലായി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. കൂടുതൽ വാട്ടർ ഇൻടേക്ക് നമ്മൾ എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി 1 hour എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കുക. നമുക്ക് ഏത് എക്സസൈസ് ആണ്, ഇപ്പോൾ ഡാൻസിങ് ആണെങ്കിൽ, സ്വിമ്മിങ് ആണെങ്കിൽ, വാക്കിംഗ് ആണെങ്കിൽ, സൂംബ ആണെങ്കിൽ, യോഗ ആണെങ്കിൽ, ഏത് എക്സസൈസ് ആണെങ്കിലും 1 hour, പ്രത്യേകിച്ച് എംപ്റ്റി സ്റ്റൊമക്കിലാണ് എക്സസൈസിന് കൂടുതൽ റിസൾട്ട് ഉള്ളത്. തന്നെയുമല്ല, നമ്മളുടെ അന്നത്തെ ഒരു ഫുൾ ഡേയിലുള്ള എനർജി നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടും രാവിലെ തന്നെ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു 1 hour എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ ഗ്രാജുവലി നമ്മളുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. കാരണം ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഷുവർലി ദർ വിൽ ബി റിസൾട്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രത്യേകിച്ചും യോഗയെ പറ്റി പറയുമ്പോൾ യോഗയ്ക്ക് വളരെ നല്ല ഒരു റിസൾട്ടാണ് ഉള്ളത്. കാരണം യോഗയ്ക്ക് നമ്മുടെ മൈൻഡിനെ കൂടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി, പ്രത്യേകിച്ച് വെയിറ്റിനെ കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി എല്ലാം കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മളുടെ അധികമായിട്ടുള്ള ഫുഡ് ക്രേവിങ്സ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ക്രമേണ ഏത് ഹെൽത്തി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക് എപ്പോഴും നമുക്ക് നല്ല കണ്ടീഷനായിട്ട് ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് യോഗ ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പോൾ ആ വയർ എപ്പോഴും നമ്മുടെ സ്റ്റൊമക്ക് ആൻഡ് ഡൈജഷൻ എപ്പോഴും കണ്ടീഷൻഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്കൊരു തോട്ട് വരികയും നമ്മൾ ഗ്രാജുവലി ഹെൽത്തി ഫുഡിലേക്ക് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് യോഗയ്ക്കും മറ്റുള്ള എക്സസൈസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പലതരത്തിലുള്ള ഡയറ്റ് പ്ലാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് പോയിട്ട് യാതൊരു കാര്യവും ഇല്ല. നമ്മൾ ആരൊക്കെ വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു ലോങ് ടേം കോൺസ്റ്റൻറ്റ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മളും അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ടൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമുക്ക് എന്താണോ നമ്മൾ ഹാബിച്വേറ്റഡ് ആയിട്ടുള്ളത് അതിനെ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ശരിക്കും നാം ചെയ്യേണ്ടത്. താങ്ക് യു.